ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോൾ അച്ഛൻ തിരിച്ച് ജീവിതത്തിലോട്ട് പഴയതുപോലെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് കുറച്ചുപേരും, എന്നാൽ ഒരിക്കലും അയാൾ തിരിച്ചു വരാൻ പാടില്ല, സൂര്യനാരായണൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ചുപേരും. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അച്ഛനെ കാണാനായിട്ട് അബി വന്നു. അബി അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത്. ആ ആത്മവിശ്വാസം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛന് തിരികെ പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനൊരിക്കലും തളർന്നു പോകരുതെന്ന് പറയുമ്പോഴും സൂര്യയുടെ മനസ്സിലെ സങ്കടം വേറൊന്നുമല്ല. ഇത്രയും നാൾ ഞാൻ ഹോസ്പിറ്റൽ ICUവിൽ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നിട്ട് പോലും പ്രഭാവതിയോ തൻ്റെ മക്കളോ തന്നെ വന്ന് നോക്കാനായിട്ട് ഒരു മര്യാദ പോലും കാണിച്ചില്ല. ആ ഒരു പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ല. ഇനി പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇനി മരണത്തിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾ എത്ര നാളെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നിരിക്കും? നിങ്ങൾ എത്ര നാളായിട്ട് ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു? എന്നിട്ട് നിങ്ങൾക്കും ഒരു സമാധാനമൊക്കെ വേണ്ടേ? അതുകൊണ്ട് ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുകയും, എന്നാൽ സൂര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അബി സംസാരിക്കുകയാണ്. അച്ഛനൊരു ആപത്തും വരത്തില്ല, അച്ഛൻ പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അഥവാ അച്ഛൻ എന്തെങ്കിലും, അപ്പോഴും ആ സമയത്തും സൂര്യയുടെ മനസ്സിലെ സങ്കടം എന്ന് പറയുമ്പോൾ, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള അബിയുടെയും ജാനകിയുടെയും പൊന്നുവിൻ്റെയൊക്കെ ജീവിതത്തെ ഓർത്തിട്ടാണ് സൂര്യയ്ക്ക് സങ്കടം. ആ ഒരു സങ്കടമെല്ലാം മാറ്റി അച്ഛനെ ആശ്വസിപ്പിച്ച് സമാധാനപ്പെടുത്തിയിട്ട് അച്ഛൻ ഉറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അബി പുറത്തോട്ട് പോയി. ഈ സമയത്ത് നേരെ ജാനകി തിരികെ അളകാപുരിയിലോട്ടെത്തി. അളകാപുരിയിൽ എത്തിയിട്ട് ലച്ചുവിനെ കണ്ടു. അപ്പോൾ ലച്ചുവിനെ കണ്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പൊന്നു എവിടെയെന്ന് ചോദിച്ചപ്പോൾ പൊന്നു റൂമിലുണ്ടെന്ന് പറഞ്ഞു. നേരെ പൊന്നും ലച്ചും കൂടി ആയിട്ട് ജാനകി ലച്ചും കൂടി ആയിട്ട് റൂമിലോട്ട് പോയി. എന്നിട്ട് പൊന്നുവിനെ നോക്കുവാണ്. പക്ഷെ പൊന്നുവിനെ അവിടെ ഒന്നും കാണാനില്ല. എല്ലായിടവും നോക്കി പൊന്നുവിനെ കാണാനില്ല. പൊന്നു എവിടെയെന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിനുശേഷം വന്നത്. എന്നാൽ ലച്ചു പറയുന്നുണ്ട്, ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് മുൻപ് നോക്കിയപ്പോൾ അവളിവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ല. എല്ലായിടവും നോക്കി, ഒരിടത്തും പൊന്നുവിനെ കാണാനില്ല. താഴെ വന്നു. എന്നിട്ട് പോകുന്ന വഴിക്ക് അപർണയോട് ചോദിച്ചു. എന്നാൽ അപർണ പറയുന്നത് ലച്ചുവിന്റെ കൂടെ ആയിരുന്നു പൊന്നു എന്നാണ്. ലച്ചുവും ജാനകിയും കൂടി താഴെ എല്ലായിടവും നോക്കി, ഒരിടത്തും കാണാനില്ല. അമ്മയോട് ചോദിച്ചു, മുത്തശ്ശിയോട് ചോദിച്ചു, ഒരാൾക്കും അറിയത്തില്ല പൊന്നു എവിടെ പോയെന്ന്. അങ്ങനെ പുറത്തൊക്കെ പൊന്നുവിനെ പോയി നോക്കി, പൊന്നുവിനെ കാണാനില്ല. അങ്ങനെ ലച്ചു തന്നെ അവിടെ എല്ലായിടവും പോയി നോക്കി. അപ്പോൾ ലച്ചുവിനോട് പറയുവാണ്, ലച്ചു നീ ഇവിടെ നിൽക്കുക, ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പുറത്തോട്ട് ഇറങ്ങി. ഈ സമയത്ത് പ്രഭാവതിയും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, അല്ലെങ്കിൽ അവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, അവളെ എവിടെയെങ്കിലും പോകുന്നത് എങ്ങാനും അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആർക്കും അറിയത്തില്ല. ഈ സമയത്ത് പൊന്നു എത്തിയത് അമ്പലത്തിലേക്കാണ്. തൻ്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് പൊന്നു വന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ സൂര്യയ്ക്കൊക്കെ ഒരുപാട് പരിചയമുള്ള ഒരു പൂജാരിയെ കണ്ട് ചോദിച്ചു. അപ്പോൾ പൂജാരി ഉടനെ തന്നെ പൊന്നുവിനെ കണ്ടിട്ട് മനസ്സിലായി. നേരെ വന്ന് പൊന്നുവിനോട് ചോദിക്കുവാണ്, അളകാപുരിയിലെ കുട്ടിയല്ലേ? അതെ, അച്ചാച്ചന് എന്താ സംഭവിച്ചത്? അച്ചാച്ചന് വയ്യാതെ ഹോസ്പിറ്റലിലാണെന്നും എൻ്റെ ലച്ചു ചെറിയമ്മ പറഞ്ഞു, അച്ചാച്ചന് വയ്യാത്തത് കൊണ്ട് അമ്പലത്തിൽ വന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ അമ്മയും അച്ഛനും ഹോസ്പിറ്റലിലാണ്, അച്ചാച്ചന് സീരിയസ് ആണ്. അപ്പം എൻ്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. സൂര്യ അത്രത്തോളം ആ പൂജാരിക്ക് ഇഷ്ടമാണ്. പൂജാരിക്ക് ഒരുപാട് നന്മകൾ സൂര്യ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോള് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അച്ചാച്ചന് വേണ്ടിയിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരുക്കങ്ങളിലേക്ക് പൂജാരി പോവാണ്. അപ്പൊ പൊന്നു പറയുന്നുണ്ട്, നിങ്ങൾ ഒരുക്കങ്ങളെല്ലാം ചെയ്തു, എൻ്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ പൈസ മേടിച്ചു തരാം. പക്ഷെ വേണ്ട, കാരണം അത്രത്തോളം നന്മ എനിക്ക് വേണ്ടിയിട്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സാർ ചെയ്തു തന്നതാണ്. അതുകൊണ്ട് മോള് പേടിക്കേണ്ട ആവശ്യമില്ല, മോൾ ഇവിടെ നിൽക്കുക, ഞാൻ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് വരാം. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞു. പൊന്നുവിനെ കണ്ടു. അതിനുശേഷം അവര് അടുത്ത പൂജയ്ക്കുള്ള തിരക്കിലാണ്. ഈ സമയത്ത് വഴിയെ പോയി ഓരോരുത്തരോടും ജാനകി ചോദിച്ചു, പൊന്നുവിനെ കണ്ടോ? പക്ഷെ ഇല്ല. ഒരുപാട് അന്വേഷിച്ചിട്ട് കാണാതെ വഴിയെ നടന്നു പോകുമ്പോഴത്തേക്കും ജാനകി ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വഴിയെ പോയി ഒരാളോട് ചോദിച്ചു, ഫോൺ തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഫോൺ കൊടുത്തു. ഉടനെ തന്നെ അബിയെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പൊന്നുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അബി തിരികെ അളകാപുരിയിലോട്ട് വരുവാണ്. ഈ സമയത്ത് അവിടെ എല്ലാം നോക്കി, ഒരിടത്തും പൊന്നുവിനെ കാണാനില്ല.
അങ്ങനെ ജാനകി ഒരുപാട് കരഞ്ഞിരിക്കുകയാണ്. ഇതേ സമയം പ്രഭാവതിയും മുത്തശ്ശിയൊക്കെ പൊന്നുവിനെ കുറിച്ച് ചോദിക്കുവാണ്. അവളെ കണ്ടോ, അവൾ തിരികെ വന്നോ, അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ? പക്ഷെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അപർണ ഒരു സംശയം പറഞ്ഞു. അന്ന് മൂന്നാറിൽ വെച്ച് പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് ലച്ചുവിന്റെ അച്ഛനും ഗുണ്ടകളും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ വീണ്ടും ലച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അബി ആയതുകൊണ്ട് തന്നെ പൊന്നുവിനെ വീണ്ടും ലച്ചുവിന്റെ അച്ഛൻ തന്നെ തട്ടിക്കൊണ്ടു പോയതാണോ എന്നുള്ള ഒരു സംശയം അപർണ പറഞ്ഞു. ഇതെല്ലാം കേട്ടു നിന്ന് ലച്ചുവിന് സങ്കടം തോന്നി. അയ്യോ, എന്റെ അച്ഛൻ പൊന്നുവിനെ തട്ടിക്കൊണ്ടു പോയതാണോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷൻ ലച്ചുവിനുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്ത് ഒന്നും അറിയാതെ പൊന്നു തന്റെ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാണ്. ജാനകി ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കരഞ്ഞറിഞ്ഞിരിക്കുന്ന ജാനകിയെ കണ്ടിട്ട് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് നടന്നു വരുവാണ്. എന്നിട്ട് ചോദിച്ചു, എന്താ സംഭവം, എന്താ പറ്റിയത്? എന്നാൽ തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് എത്ര വയസ്സ് കാണും? ഒരു 5 വയസ്സ്. അവൾക്ക് 5 വയസ്സുണ്ട്. ആ കുട്ടിയുടെ അച്ചാച്ചൻ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണോ? അതെ. നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? എന്റെ മോളെ കണ്ടോ? അതെ, ഞാൻ കണ്ടോ. ഞാനിപ്പോ ദേവിയുടെ അമ്പലത്തിൽ പോയപ്പോ ആ കുട്ടി അങ്ങോട്ടേക്ക് വന്നു. തന്റെ അച്ചാച്ചൻ ഹോസ്പിറ്റലിലാണെന്നും അതുകൊണ്ട് അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പൊ അവിടുത്തെ പൂജാരിക്ക് കുട്ടിയെ മനസ്സിലായി. അങ്ങനെ പൂജാരി അടുത്ത പൂജകൾക്ക് വേണ്ടിയിട്ട് കുട്ടിയെ പിടിച്ചിരുത്തിയിരിക്കുവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി, കാണാൻ പറ്റും. ഈ വിവരം ഉടനെ തന്നെ അബിയെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അബിയും ജാനകിയും കൂടി നേരെ അമ്പലത്തിലോട്ട് പോകുവാണ്. അമ്പലത്തിലോട്ട് ചെന്നപ്പോഴത്തേക്കും പൊന്നു അവിടെ പൂജയിൽ ഇരിക്കുന്നത് കണ്ടു. ഉടനെ തന്നെ ആ പൂജാരി പ്രസാദം എടുത്ത് പൊന്നുവിന്റെ കയ്യിൽ കൊടുക്കുകയും ഈ പ്രസാദത്തിൽ നിന്നും ചന്ദനം എടുത്ത് അച്ഛൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്താൽ മതി, വേറെ ഒരു കുഴപ്പവും വരത്തില്ല, അസുഖമെല്ലാം ഭേദമാകും എന്ന് പൊന്നുവിനോട് പറയുകയും അങ്ങനെ പൂജാരിക്ക് നന്ദിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകിയും അബിയും അങ്ങോട്ടേക്ക് വരുന്നത്. ലച്ചുവിനെ പൊന്നുവിനെ കണ്ട് ഒരുപാട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തന്റെ അച്ചാച്ചന് വയ്യാത്തത് കൊണ്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വന്നതാണെന്ന് പൊന്നു അവരോട് പറഞ്ഞു. പൂജാരിയോട് ഒരുപാട് നന്ദി പറഞ്ഞതിന് ശേഷം എത്രയാണ് ഫീസ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. എന്നാൽ ഒരു പൈസ എനിക്ക് വേണ്ട. എൻ്റെ അനിയൻ ഇപ്പോൾ സ്റ്റേറ്റ്സിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സൂര്യ സാർ എന്നോട് ചെയ്ത ഒരു നന്ദിയാണ്, അത് ആ ഒരു ദക്ഷിണയാണ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യാൻ പറ്റിയത് തന്നെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ജാനകിയോടും അബിയോടൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ അവർ തിരികെ പോകുവാണ്. ഈ സമയത്ത് എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്, പൊന്നുവിനെ കാണാത്ത ഒരു ടെൻഷനിലുണ്ട്. എന്നാൽ ഈ പൂജ നടക്കുമ്പോൾ സൂര്യയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു. ആ ഒരു സൂര്യയുടെ കൈയൊക്കെ അനങ്ങി, ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഹാർട്ട് ബീറ്റൊക്കെ നല്ല നോർമലായി തിരികെ ജീവിതത്തിലോട്ട് പഴയതുപടി തിരിച്ചു വരുന്നു എന്നുള്ള ഒരു സൂചനകൾ സൂര്യ കാണിച്ചു തുടങ്ങി. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക? തമ്പിയുടെയും അപർണയുടെയൊക്കെ തന്ത്രങ്ങള് പാളിപ്പോകുമോ? സൂര്യ തിരികെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ? ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ, ബൈ.